സ്റ്റൈറ്റ് ലേബനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സേവ്യങ്ങളുടെ വീട്ടിൽ പോകാൻ റെഡിയാകുമായിരുന്നു കേട്ടോ. ഞങ്ങൾ സ്റ്റൈറ്റ് ലേബൻ അവിടെ വെച്ചാണ് ആഘോഷിച്ചത്. ഇത് റിനി ആൻറ്റിയുടെ അനിയത്തിയും അമ്മയും, റിനി ആൻറ്റിയും സേവ്യങ്ങൾ റിൻസി ആൻറ്റിയും മെറീന ആൻറ്റിയും അമ്മയൊക്കെയാണ് കേട്ടോ. ഇത് ഞാനും കൊച്ചാപ്പയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവരെല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഇതാണ് റെൽവിയും കൊച്ചാപ്പ. പിന്നെയാണ് കേട്ടോ പപ്പയും റോയങ്ങളൊക്കെ നേരത്തെ കഴിക്കാനിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങളൊക്കെ കഴിക്കാനിരുന്നത്. ഞങ്ങൾ ഐസ്ക്രീമും ബിരിയാണിയൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ സംസാരിച്ച് നല്ല ആസ്വദിച്ച് തിന്നായിരുന്നു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. അപ്പം റിൻസേൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ സേവ്യങ്ങൾ പറഞ്ഞു ഇവിടെ ഒരു മഡ് ഹൗസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ. അപ്പം ഞാനും കൊച്ചാപ്പയും റിൻസേൻ്റെയൊക്കെ നേരത്തെ പോയി. പിന്നെ ആണെങ്കിൽ മെറീനാൻ്റെ അമ്മയും പപ്പയൊക്കെ ഞങ്ങൾ പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത്. പിന്നെ ഞങ്ങളവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാറുണ്ടോ. മഡ് ഹൗസ് പൂട്ടിയിട്ടേക്കുവാണ്. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. ഞങ്ങളവിടെ ഇങ്ങനെ ഇവിടെയൊക്കെ ഇരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഒരു അടുക്കള പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഫോണൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ അടുക്കള. ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ റിൻസിൻ്റെ ഒരു ബട്ടർഫ്ലൈനൊക്കെ കണ്ടു കേട്ടോ. ബട്ടർഫ്ലൈ ഇങ്ങനെ ചിറകൊക്കെ വിടർത്താൻ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. വിടർത്തിയപ്പോൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. പതിയെ ഞാൻ കൊച്ചാപ്പയുടെ കയ്യിലൊക്കെ പിടിച്ചു കേട്ടോ. ഞാൻ ഇറക്കത്തിലാണ് എനിക്ക് കുറച്ച് പേടിയായത് വീഡിയോ വന്നു. അപ്പോൾ ഞാൻ കൊച്ചാപ്പയുടെ കയ്യിലൊക്കെ പിടിച്ചാണ് കേട്ടോ പോയത്. പിന്നെ ഞങ്ങൾ നേരെ പതിയെ ഇറങ്ങി കേട്ടോ. പിന്നെ ഇവിടെ വണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇത് സേവ്യങ്ങളുടെ വീടാണ്. സേവ്യങ്ങളുടെ വീടിൻ്റെ പാല് കാച്ചിന് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഇപ്പോൾ സേവ്യങ്ങളുടെ വീട്. ഇവിടെ വണ്ടിയൊക്കെ പോകാനുള്ള നല്ല സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. കോൺക്രീറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പം. അപ്പം വണ്ടിയൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ റിനി ആൻറ്റിയും കൊച്ചാപ്പന്മാർ. അവരോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്നു.